ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ വിശുദ്ധ കാലയളവിലേക്ക് നമ്മളെ നയിക്കുന്ന 25 ദിവസത്തിൻ്റെ നൊയമ്പിൻ്റെ ആത്മീയ അർത്ഥത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് എല്ലാവർക്കും ക്രിസ്മസ് ഒരു വൻ ആഘോഷമാണ്, അല്ലേ? എന്നാൽ ദൈവമക്കളായ നാം മനസ്സിലാക്കണം, ഇതൊരു ആഘോഷമല്ല, മറിച്ച് ഒരു ദൈവിക രഹസ്യത്തിൻ്റെ അനാവരണം തന്നെയാണ്. ദൈവപുത്രൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന സുദിനം. ഈ അത്ഭുതത്തിനായി ആത്മീയമായി ഒരുക്കപ്പെടാനാണ് സഭകളെല്ലാവരും സംയുക്തമായി 25 ദിവസത്തെ നൊയമ്പ് ആചരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, എന്തിനാണ് ഈ നൊയമ്പ്? നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല, ഇതൊരു സ്പിരിച്വൽ വർക്ക്ഷോപ്പാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച ആ വലിയ അത്ഭുതത്തെ സ്വീകരിക്കുന്നതിന് മനസ്സിലും ജീവിതത്തിലും ഒരു ശുദ്ധീകരണം നടത്താനുള്ള അവസരമാണ്. ദൂതൻ മറിയയോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ ദൂതൻ എന്ന് വിളിക്കപ്പെടും. ഇത് കേട്ടപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, മറിയയുടെ ഹൃദയം ദൈവത്തിന് വഴങ്ങിക്കൊടുത്തു, വിധേയപ്പെടുത്തി കൊടുത്തു. സഹോദരങ്ങളെ, ഈ നോമ്പ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയം ദൈവത്തിനെ വിനയപ്പെടുത്തുന്നുണ്ടോ? ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അവന് താമസിക്കാൻ ഇടമില്ലായിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടോ, സ്ഥാനമുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്യണമേ. ഈ നോമ്പിൻ്റെ ഓരോ ദിവസവും ഇത് ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യാനുള്ള അവസരമാണ്. നമ്മുടെ ഹൃദയത്തിലെ പക, അസൂയ, കോപം, സ്വാർത്ഥത എന്നിവ നീക്കം ചെയ്യാതെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതിനാൽ ഈ നോമ്പ് കേവലം ഒരു ആചാരമല്ല, അനുഷ്ഠാനവുമല്ല, മനസ്സിൻ്റെ ഒരു ശുദ്ധീകരണം, മനസാന്തരം, ഒരു പുതുക്കം പ്രാപിക്കൽ എന്നത് തന്നെയാണ്. ഒരു ഹൃദയ പരിച്ഛേദനം അല്ലെങ്കിൽ ഒരു ആത്മീയ പുതുക്കൽ പ്രാപിക്കലാണ്, ഒരു സ്പിരിച്വൽ റിവൈവൽ. നോമ്പ് നമ്മെ വിനയപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ഹംബ്ലിങ് യുവർ സെൽഫ്. രാജാതിരാജൻ ഒരു കാലിത്തൊഴുത്തിൽ പിറന്നു. അവൻ്റെ വിനയം, താഴ്മ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ നമ്മളും അഹന്തയുടെ കൊടുമുടിയിൽ നിന്ന്, എൻ്റെ, ഞാൻ എന്ന് പറയുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങണ്ടേ? തീർച്ചയായും ഇറങ്ങണം. എൻ്റെ സഹോദരങ്ങളെ, വിനയമില്ലാതെ ദൈവത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. നോമ്പ് വഴിയൊരുക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം വിനയം, ഹ്യൂമിലിറ്റി തന്നെയാണ്. നോമ്പിനാൽ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചു കിട്ടുന്നു. പ്രാർത്ഥനയില്ലാത്ത നോമ്പ് വെറും ഭക്ഷണ നിയന്ത്രണത്തിൽ ഒതുങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും ദിവസവും അല്പസമയം വേദഭാഗം വായിക്കുന്നതും തിരുകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതും ആത്മീയമായ പുതുക്കം പ്രാപിക്കുന്നതിൻ്റെ ഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പായി യോഹന്നാൻ വഴിയൊരുക്കി. അതുപോലെ ഈ നോമ്പ് നമ്മളിൽ ഓരോരുത്തരിലും യേശുക്രിസ്തു ജനിക്കാനുള്ള വഴിയെ നവീകരിക്കുന്നു. കൂടാതെ ഈ കാലം ദാനധർമ്മത്തിൻ്റെയും പങ്കിടലിൻ്റെയും സമയമാണ്. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം യേശുക്രിസ്തു തന്നെയാണ്. അതിന് മറുപടിയായി നാം ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം വരുത്തുമ്പോൾ അതാണ് യഥാർത്ഥ ക്രിസ്മസ് ഒരുക്കം. നമ്മുടെ മതപരമായ ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലും ജനിപ്പിക്കണം. ഈ 25 ദിവസവും ചില പ്രധാന പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ദൈവവുമായുള്ള ബന്ധം ശക്തമാകുന്നു. സ്ട്രോങ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. 2, നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നു. 3, കുടുംബങ്ങൾ ആത്മീയമായി ഒരുമിക്കുന്നു. 4, നാം പാപ വഴികളിൽ നിന്ന് മാറി ഒരു പുതു ജീവിതത്തിലേക്ക് കടക്കുന്നു.
5. യഥാർത്ഥ ക്രിസ്മസ് ഒരു വിരുന്നോ ആഘോഷമോ അല്ല, മനപരിവർത്തനമാണെന്ന് ബോധ്യപ്പെടുന്നു. 6. ക്രിസ്മസിൻ്റെ പ്രകാശം മിന്നിത്തിളങ്ങുന്ന അലങ്കാര ലൈറ്റുകളും ആഘോഷ തിമിർപ്പിലുമല്ല, അത് മനുഷ്യൻ്റെ ഇരുട്ടിലേക്ക് ദൈവം ഇറങ്ങി വന്ന പ്രകാശമാണ്. ക്രിസ്തുവിൻ്റെ ജനനം ചരിത്രത്തെ രണ്ടായി തിരിച്ചു. ഇതുപോലെ ഈ നോമ്പ് ഓരോ ജീവിതത്തെയും പുതുക്കും. ബേത്ലഹേമിൽ ജനിച്ച ക്രിസ്തു ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വീണ്ടും ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, ഒരു ആത്മീയ ജനനം ഈ നോമ്പുകാലം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. 25 ദിവസത്തെ ഈ വിശുദ്ധ കാലഘട്ടം അവസാനിക്കുമ്പോൾ നമുക്കും പറയാം, കർത്താവേ, എൻ്റെ ഹൃദയത്തിലും ജനിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുമസ് ഒരു വാർഷിക ആഘോഷമല്ല, അതൊരു ആന്തരിക ജനനാനുഭവമാണ്. ഈ നോമ്പുകാലം നമുക്കെല്ലാവർക്കും ഒരു പുതുജീവിതം, പുതുവിശ്വാസം, ഒരു പുതു വെളിച്ചം, പുതു സമാധാനം തന്നെ നൽകട്ടെ. ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും പ്രകാശിപ്പിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. God bless you. Thank you.